ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിൽ റേഷൻ കാർഡ് വിതരണം ഇനിയും വൈകും. പ്രധാന വാർത്തകൾ. റേഷൻ കാർഡ് വിതരണം എങ്ങുമെത്തിയില്ല. മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിൽ ജനങ്ങൾ ദുരിതത്തിൽ. കന്നഡ ഭാഷ കൂടി ഉൾപ്പെടുത്തേണ്ടതിനാലാണ് കാർഡ് വിതരണം വൈകുന്നതെന്ന് അധികൃതരുടെ വാദം. സംസ്ഥാനത്ത് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ ഓഗസ്റ്റ് 18-ന് പണിമുടക്കും. യാത്രാനിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ബസ് ഉടമകൾ. ഇന്റർനെറ്റ് മോഡം കത്തി നശിച്ചതോടെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി. ATM അടക്കമുള്ള സേവനങ്ങൾ നിർത്തിവെച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ പക്ഷാചരണത്തിന് തുടക്കമായി. കളക്ടർ K. ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കടലാടിപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന പൊതുതെളിവെടുപ്പിനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് ഓഫീസിനടുത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. ജനങ്ങളെ ദുരിതത്തിലാക്കി മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിലെ റേഷൻ കാർഡ് വിതരണം. വെള്ളരിക്കുണ്ട് ഹോസ്ദുർഗ് താലൂക്കുകളിൽ റേഷൻ കാർഡ് വിതരണം പൂർത്തിയാകാറായിട്ടും വടക്കൻ മേഖലയിൽ കാർഡ് വിതരണം എങ്ങുമെത്തിയില്ല. മലയാളത്തിന് പുറമെ കന്നഡ ഭാഷ കൂടി ഉൾപ്പെടുത്തേണ്ടതിനാലാണ് കാർഡ് വിതരണം വൈകുന്നതെന്നാണ് അധികൃതരുടെ വാദം. ജില്ലയിലെ മറ്റു 2 താലൂക്കുകളിൽ റേഷൻ കാർഡ് വിതരണം പൂർത്തിയാകാറായിട്ടും വടക്കൻ മേഖലയിലെ താലൂക്കുകളിൽ റേഷൻ കാർഡ് വിതരണം തുടങ്ങിയിട്ടില്ല. മലയാളത്തിന് പുറമെ കന്നഡ കൂടി അച്ചടിക്കണമെന്നതിനാലാണ് കാർഡ് വിതരണം വൈകുന്നതെന്നാണ് സിവിൽ സപ്ലൈസ് അധികൃതർ പറയുന്നത്. കന്നഡ ഭാഷ ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഈ 2 താലൂക്കുകളിൽ കന്നഡ കൂടി റേഷൻ കാർഡിൽ അച്ചടിക്കുന്നുണ്ട്. ഒറ്റ ഭാഷ മാത്രമുള്ള റേഷൻ കാർഡുകളുടെ അച്ചടി പൂർത്തിയായതിനു ശേഷമാണ് ഇതിന്റെ പണി തുടങ്ങിയത്. അതേസമയം ജൂൺ 5-ന് ആരംഭിച്ച റേഷൻ കാർഡ് വിതരണം ഹോസ്ദുർഗ് താലൂക്കിൽ പൂർത്തിയായി. വെള്ളരിക്കുണ്ട് താലൂക്കിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റേഷൻ കാർഡിന്റെ പുറംചട്ട അച്ചടിച്ചു കഴിഞ്ഞില്ലെന്നും ബാക്കി അച്ചടി കൂടി പൂർത്തിയാക്കി ഉടൻ വിതരണം നടത്തുമെന്നാണ് ജില്ലാ സപ്ലൈ ഓഫീസർ പറയുന്നത്. AAY മുൻഗണനാ വിഭാഗം, സബ്സിഡിക്ക് അർഹതയുള്ളത്, അർഹതയില്ലാത്തത് എന്നിങ്ങനെ 4ആയി തിരിച്ച് 4 നിറങ്ങളിലായാണ് റേഷൻ കാർഡുകൾ അച്ചടിക്കുന്നത്. അച്ചടി പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ റേഷൻ കാർഡുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിലെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് KCN. യാത്രാനിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 18-ന് സംസ്ഥാനത്ത് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കും. ജനുവരിയിൽ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ 14 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് KCN ന്യൂസിനോട് പറഞ്ഞു. യാത്രാനിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആഗസ്റ്റ് 18-ന് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജനുവരിയിൽ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും ആരോപണമുണ്ട്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, ദീർഘദൂര സ്വകാര്യ ബസ് പെർമിറ്റുകൾ റദ്ദാക്കിയത് പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തെ 8 ബസ് ഉടമ സംഘടനകൾ ഉൾപ്പെട്ട പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഭാരവാഹികൾ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ 14 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. ഗിരീഷ് KCN ന്യൂസിനോട് പറഞ്ഞു. ആഗസ്റ്റ് 18-ന് സൂചനാ സമരം നടത്തുകയാണ്. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരത്തിൽ പങ്കെടുക്കുകയും ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി സെപ്റ്റംബർ 14-ാം തീയതി അനിശ്ചിതകാല സമരം കൂടി നടത്തുകയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, 140 കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദ് ചെയ്ത നടപടികൾ പിൻവലിക്കുക, സ്റ്റേജ് കാരേജുകൾക്ക് വർദ്ധിപ്പിച്ച റോഡ് ടാക്സ് പിൻവലിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവരിക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ചെലവ് വർദ്ധിച്ചതോടെ ബസ്സുകൾ നിരത്തിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായെന്നും ഉടമകൾ പറയുന്നു. 18-ന് നടക്കാനിരിക്കുന്ന പണിമുടക്ക് യാത്രക്കാരെയും ഏറെ ബാധിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. സോഫ്റ്റ്വെയർ തകരാറിലായതിനെ തുടർന്ന് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റി. ഇന്റർനെറ്റ് മോഡം കത്തി നശിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും പുതിയ മോഡം ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. ഇതോടെ ATM അടക്കമുള്ള സേവനങ്ങൾ നിർത്തിവെച്ചത് നഗരത്തിലെത്തുന്നവരെയും ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് മോഡം കത്തിയതിനെ തുടർന്നാണ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം 10 ദിവസമായി താളം തെറ്റിയത്. ഇടപാടുകൾക്കായി ഓഫീസിലെത്തിയ 100 കണക്കിന് ആളുകൾ മടങ്ങിപ്പോകുവാനും തുടങ്ങി.
ATM ഉൾപ്പെടെയുള്ള സേവനങ്ങളും നിർത്തിയിട്ടുണ്ട്. മോഡം എപ്പോൾ എത്തുമെന്ന് വിതരണം ചെയ്ത സ്വകാര്യ കമ്പനി ഇതുവരെയും അറിയിച്ചിട്ടില്ലെന്ന് തപാൽ അധികൃതർ പറയുന്നു. 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അടച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മോഡം ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്. അതിപ്പോൾ റിപ്പോർട്ടിൽ അയച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് 10 വന്ന പിന്നെ നമ്മൾ മറ്റേ കാര്യങ്ങളിപ്പോൾ തുടങ്ങിക്കും. മോഡം കത്തിയ വിവരം അറിയിച്ചിട്ടും പുതിയ മോഡം എത്തിക്കാൻ കമ്പനി ഇതുവരെയും തയ്യാറായിട്ടില്ല. ATM അടച്ചിട്ടതാണ് സാധാരണക്കാർക്ക് ഏറെ തിരിച്ചടിയായത്. ദിവസവും 5 ലക്ഷം രൂപ അധികൃതർ ATMൽ നിക്ഷേപിക്കാറുണ്ട്. സേവിങ്സ് ബാങ്ക് ജോലികളും നിലച്ചിട്ടുണ്ട്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ആധാർ തുടങ്ങിയ സേവനങ്ങളും മുടങ്ങി. ഇതോടെ ഏറെ ബുദ്ധിമുട്ടിലാണ് പോസ്റ്റൽ സംബന്ധമായ ആവശ്യങ്ങൾക്ക് നഗരത്തിലെത്തുന്നവരും. ന്യൂസ് ഡെസ്ക് KCN. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ പക്ഷാചരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചിയാക്കി. NIC, NSS, NCC എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ NIC, NSS, NCC എന്നിവയുടെ സഹകരണത്തോടെ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചിയാക്കിയത്. ജില്ലാ കളക്ടർ K. ജീവൻ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് കോർഡിനേറ്റർ M. അനിൽകുമാർ, NCC ജില്ലാ ഇൻഫോർമാറ്റിക് ഓഫീസർ K. രാജൻ, ADM ദേവിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. കടലാടിപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ മാസം 5-ന് നടക്കുന്ന പൊതുതെളിവെടുപ്പിനെ അനുകൂലിച്ച് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ഖനനം നടത്തുന്നത് സംബന്ധിച്ച് ഈ മാസം 5-നാണ് കോടതി നിർദ്ദേശപ്രകാരം പൊതു തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ പഞ്ചായത്തിലോ ബ്ലോക്കിലോ പരിപാടി നടത്താതെ നീലേശ്വരം ബ്ലോക്ക് ഹാളിൽ പൊതു തെളിവെടുപ്പ് നടത്തുന്നത് തന്നെ ഇതിനു പിന്നിലെ പ്രത്യേക ലക്ഷ്യം സൂചിപ്പിക്കുന്നതാണെന്ന് പഞ്ചായത്ത് ജനകീയ സമിതിയുടെ ആരോപണം. പൊതുതെളിവെടുപ്പ് ഉപരോധിക്കുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ കാസർഗോഡ് വാർത്താസമ്മേളനം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പൊതുതെളിവെടുപ്പിനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പഞ്ചായത്ത് ഓഫീസിന് പരിസരത്താണ് നിരവധി പോസ്റ്ററുകൾ ചൊവ്വാഴ്ച രാവിലെയോടെ പ്രത്യക്ഷപ്പെട്ടത്. പരിസ്ഥിതിയെ സംരക്ഷിക്കണം, ഒപ്പം തൊഴിലും വേണം എന്നതാണ് പോസ്റ്ററിലെ പ്രധാന വാചകം. ഒപ്പം ഖനനം നിർത്തിവെച്ചപ്പോൾ അന്ന് തൊഴിലെടുത്തവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന ചോദ്യവും പോസ്റ്ററിലുണ്ട്. ഖനനത്തിനെതിരെ വ്യാപക പ്രതിഷേധവും പൊതുതെളിവെടുപ്പിനെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. വനപാലകരോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധ മാർച്ചും കളക്ടറേറ്റ് ധർണയും സംഘടിപ്പിച്ചു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വനസംരക്ഷണ ജീവനക്കാരുടെ മൗലികാവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ജില്ലാ പഞ്ചായത്ത് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പ് അതിന് പുറമെ ഈ മൊത്തം സമൂഹത്തിനും പ്രകൃതിക്കും വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ഇരട്ട ഉത്തരവാദിത്വം സർക്കാരിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു വകുപ്പ്, അതിനെ ജീവനക്കാരെന്നുള്ള നിലയിൽ മറ്റു വകുപ്പുകളിലെ ജീവനക്കാരെക്കാളും പരിഗണന കൊടുക്കേണ്ടവരാണ്. ഞാനിത് നിങ്ങളെ മുഖസ്തുതിക്ക് വേണ്ടി പറയുന്നതല്ല, ഒരു വസ്തുത എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വലിയ സംഗതിയായിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു യാഥാസ്ഥിതിക ബോധം, ഒരു പാരമ്പര്യ ബോധം, അത് വേറെ വലിയ കാര്യമൊന്നുമില്ലപ്പ, കുറച്ച് കാട് ബാക്കിയുള്ളത് അതിങ്ങനെ നോക്കി നടത്തുന്ന ആളുകൾ എന്ന ഒരു പാരമ്പര്യ ബോധത്തെ നമുക്ക് പുതുക്കി പണിയേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് C. വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KN രമേശൻ, സുരേഷ് കൊട്രച്ചാൽ, SN രാജേഷ്, V. ചന്ദ്രൻ, നരേഷ് കുമാർ, രഞ്ജിത്ത് K തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. കേരള വാട്ടർ അതോറിറ്റീസ് എംപ്ലോയീസ് യൂണിയൻ CATUവിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്ത് കൂട്ടധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ CATU ജില്ലാ സെക്രട്ടറി K. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷ ജലവിതരണം ശക്തിപ്പെടുത്തുക, ശമ്പള പരിഷ്കരണ അപാകതകൾ പരിഹരിക്കുക, ടെക്നിക്കൽ സ്പെഷ്യൽ റൂൾ ഉത്തരവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. പരിപാടി CITU ജില്ലാ സെക്രട്ടറി K. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. K. വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി V. ചന്ദ്രൻ, വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് യൂണിയൻ നേതാവ് VR ഉഷ, A. സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ നിർധന രോഗികൾക്ക് ഇനി എല്ലാ ദിവസവും പ്രാതൽ ലഭിക്കും. മലബാർ സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പിന്നിൽ. ട്രസ്റ്റ് ഓഫീസും ആശുപത്രി പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ചു.
അന്നദാനം മഹാദാനം എന്ന സന്ദേശവുമായി മലബാർ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റാണ് മാതൃകാ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. നീലേശ്വരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും പ്രാതൽ നൽകാനാണ് ട്രസ്റ്റ് ഭാരവാഹികളുടെ തീരുമാനം. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം, സൗജന്യ ആംബുലൻസ് സേവനം, രക്തദാനം എന്നിവയും മലബാർ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടും. ആശുപത്രിയിലെ ഭക്ഷണ വിതരണത്തോടൊപ്പം ട്രസ്റ്റിന്റെ ഓഫീസും ആശുപത്രി പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ചു. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനം എത്ര തന്നെ അഭിനന്ദിച്ചാലും അത് അധികമല്ല എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ മുഴുവൻ പേരും. അതുകൊണ്ട് നീലേശ്വരം നഗരസഭയുടെ പേരിൽ അശനരായ രോഗികൾക്ക്, ആവശ്യം ഉള്ള രോഗികൾക്ക് കൃത്യമായി പ്രഭാത ഭക്ഷണം നൽകാൻ വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ വലിയ മനസ്സിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. പി മനോഹരൻ, നിഷ സണ്ണി, സണ്ണി മാണി, സുനിൽകുമാർ, ജോബി മാത്യു എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് സ്വാഗതം പറഞ്ഞു. അപകടാവസ്ഥയിലെന്ന് കണ്ട് ബലപ്പെടുത്തിയ പാലത്തിന്റെ സ്പാൻ തുറന്ന് വീണ്ടും അറ്റകുറ്റപ്പണി. ദേശീയപാതയിൽ നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള സ്പാൻ തുറന്നാണ് വെള്ളം പാർന്നു പോകാനുള്ള പൈപ്പ് സ്ഥാപിച്ചത്. ബലപ്പെടുത്തൽ നടന്നതിനു ശേഷം വീണ്ടും കമ്പനമേൽപ്പിച്ചത് ശരിയായില്ലെന്ന് മോട്ടോർ തൊഴിലാളികൾ. ദേശീയപാത വിഭാഗം അനുവദിച്ച തുക കൊണ്ട് മെയ് മാസത്തിലാണ് 2 ആഴ്ചയിലധികമെടുത്ത് പാലം ബലപ്പെടുത്തിയത്. നെറ്റും സിമന്റും എംസാൻഡും ഉപയോഗിച്ച് ഗ്രാനൈറ്റിംഗ് നടത്തി പാലത്തിന്റെ 4 തൂണുകൾ ബലപ്പെടുത്തുകയായിരുന്നു. തൂണുകളുടെ വിള്ളലിൽ ഉപ്പുവെള്ളം കയറി കൂടുതൽ ബലക്ഷയം വരുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം. കോഴിക്കോട്ടെ PK കൺസ്ട്രക്ഷനായിരുന്നു ചുമതല. ഇതിന്റെ സ്പാനുകൾ താങ്ങി നിർത്തുന്ന കോൺക്രീറ്റിൽ വലിയ വിള്ളൽ കണ്ടെത്തിയതും ആശങ്ക ഉയർത്തിയിരുന്നു. പാലത്തിനുമേൽ വെള്ളം കെട്ടിനിൽക്കാതെ പുഴയിലേക്ക് വാർന്നു വീഴുന്നതിന് പൈപ്പിടാനാണ് ചൊവ്വാഴ്ച സ്പാൻ തുറന്നത്. ഇതിനായി നേരത്തെ ഉണ്ടാക്കിയ ദ്വാരങ്ങൾ ടാറിങ്ങിലും റീടാറിങ്ങിലും ഒക്കെയായി അടഞ്ഞു പോവുകയായിരുന്നു. പല ഭാഗങ്ങളിൽ കംപ്രസർ ഉപയോഗിച്ച് തുറന്നാണ് ഇവ കണ്ടെത്തിയത്. ചിലയിടങ്ങളിൽ പുതുതായി ദ്വാരമിടുകയും ചെയ്തു. എന്നാൽ ബലക്ഷയം മൂലം വർഷങ്ങളായി കമ്പനം അനുഭവപ്പെടുന്ന പാലത്തിൽ ബലപ്പെടുത്തൽ ജോലികൾക്ക് മുൻപ് തന്നെ ഈ പണിയും പൂർത്തിയാക്കേണ്ടി ഇരുന്നുവെന്നും ബലപ്പെടുത്തൽ ജോലിക്ക് ശേഷം വീണ്ടും കമ്പനമേൽപ്പിച്ചത് ശരിയായില്ലെന്നും മോട്ടോർ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. 60 വർഷത്തിലധികം പഴക്കമുള്ളതാണ് നീലേശ്വരം പാലം. GST നിയമം പാഴ്വസ്തുക്കൾക്ക് നികുതി ഏർപ്പെടുത്തിയതോടെ ആക്രി കച്ചവടം പ്രതിസന്ധിയിൽ. കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുവാൻ കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷനിൽ തീരുമാനമായി. പാഴായി പോകുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾക്കും GST നികുതി ഏർപ്പെടുത്തിയതോടെ ജില്ലയിൽ ആക്രി കച്ചവടക്കാരും പ്രതിസന്ധിയിലായി. വർഷങ്ങളായി നികുതിയില്ലാതെ കച്ചവടം നടത്തിയിരുന്ന ഈ മേഖലയിൽ 18% നികുതി ഏർപ്പെടുത്താനാണ് തീരുമാനം. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ സാധനങ്ങൾ കമ്പനികൾ സ്വീകരിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പാട്ടപ്പെറുക്കിയും പാഴ്വസ്തുക്കൾ ശേഖരിച്ചും അന്നം തേടുന്ന മറുനാടൻ തൊഴിലാളികളുടെ ജീവിതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. മാണിക്കോത്ത് വ്യാപാര ഭവനിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. 120 രൂപ കൊടുത്തു വാങ്ങുന്ന ഒരു അമൂൽ ടിന്നിന് 4% അമൂലിനാണെങ്കിൽ അത് വലിച്ചെറിയുമ്പോൾ അതിന് 18% നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ ഡബ്ബക്ക് കാർബോർഡിനും അതുപോലെ കുപ്പിച്ചില്ലിനും കുപ്പിക്കും അടക്കം ആർക്കും വേണ്ടാത്ത പാഴ്വസ്തുക്കൾക്ക് 18% നികുതി ഏർപ്പെടുത്തിയിട്ട് നമ്മുടെ കച്ചവടക്കാർ പൊറുതിമുട്ടുകയാണ്. ആത്മഹത്യ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കടകളിൽ കെട്ടിക്കിടക്കുകയാണ് സാധനങ്ങൾ. ഒരാൾക്കും കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി മുതൽ സാധനങ്ങൾ വിൽക്കുവാൻ സാധിച്ചിട്ടില്ല. കുഞ്ഞിക്കണ്ണൻ കാലിക്കടവ് അധ്യക്ഷനായി. കെ മുഹമ്മദ് കുഞ്ഞി ബേബിഞ്ച സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി ഹബീബ് റഹ്മാനെയും ജനറൽ സെക്രട്ടറിയായി ഷിനോജ് ചാലിങ്കാലിനെയും ഖജാൻജിയായി മുഹമ്മദ് കുഞ്ഞിയെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ SPC കേഡറ്റുകൾക്കുള്ള ജില്ലാതല അനുമോദനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. 2016-17 വർഷം SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ SPC കേഡറ്റുകൾക്കുള്ള അനുമോദന പരിപാടി ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടന്നത്. കേരള നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാരണം ക്ലാസ് മുറികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിവേഗത്തിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു കാലത്താണ്, കാലഹരണപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ്. അവിടെയാണ്
നിങ്ങൾക്ക് ചില ഓർമ്മകൾ കൃത്യമായി നൽകാനും ജീവിതത്തിൻ്റെ വഴികളിൽ ചില ശീലങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാനും മറ്റ് വിദ്യാർത്ഥിനികൾക്ക് മാതൃകയാകുന്ന നിലയിൽ ഇവിടെ പ്രാർത്ഥനാ ഗീതത്തിൽ പറഞ്ഞതുപോലെ മുൻപേ നടക്കണം. എം രാജഗോപാലൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ജീവൻ ബാബു മുഖ്യാതിഥിയായിരുന്നു. ഡിവൈഎസ്പി കെ ദാമോദരൻ, കാഞ്ഞങ്ങാട് DEO പ്രകാശ് കുമാർ, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ IPS, D ബാലചന്ദ്രൻ, H റംഷീദ്, സുദീപ് ബോസ്, സ്കൂൾ പ്രിൻസിപ്പൽ OV മോഹനൻ, PTA പ്രസിഡന്റ് P സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. HPC അഡ്മിനിസ്ട്രേഷൻ ആൻഡ് DNO DYSP TP പ്രേമരാജൻ സ്വാഗതവും സ്കൂൾ ഹെഡ്മാസ്റ്റർ PV ജയരാജൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ കാർഡ് വിതരണം എങ്ങുമെത്തിയില്ല. മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കുകളിൽ ജനങ്ങൾ ദുരിതത്തിൽ. കന്നഡ ഭാഷ കൂടി ഉൾപ്പെടുത്തേണ്ടതിനാലാണ് കാർഡ് വിതരണം വൈകുന്നതെന്ന് അധികൃതരുടെ വാദം. സംസ്ഥാനത്ത് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ ഓഗസ്റ്റ് 18-ന് പണിമുടക്കും. യാത്രാ നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ബസ് ഉടമകൾ. ഇന്റർനെറ്റ് മോഡം കത്തി നശിച്ചതോടെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി. ATM അടക്കമുള്ള സേവനങ്ങൾ നിർത്തിവെച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ പക്ഷാചരണത്തിന് തുടക്കമായി. കളക്ടർ K ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കടലാടിപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന പൊതു തെളിവെടുപ്പിനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് ഓഫീസിനടുത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.